ഹായ് ഡിയർ ലേണേഴ്സ്, ഐ ആം ഷഹീദ. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് BA ഹിന്ദി ഫസ്റ്റ് സെമിസ്റ്ററിലെ ഹിന്ദി സാഹിത്യ का इतिहास ആദികാൽ സെ രീതികാൽ തക് എന്ന ലേണിംഗ് മെറ്റീരിയലിലെ 5ാമത്തെ ബ്ലോക്കിലെ 2ാമത്തെ യൂണിറ്റാണ്. ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് രീതികാലത്തെക്കുറിച്ചാണ്. ഈ 2ാമത്തെ യൂണിറ്റിൽ രീതികാലത്തെ വർഗീകരണത്തെക്കുറിച്ചും അതിൻ്റെ വ്യത്യസ്ത തരത്തിലുള്ള പേരുകളെ കുറിച്ചുമാണ് നമ്മൾ പഠിക്കുന്നത്. രീതികാൽ के വർഗീകരൺ और വിഭിന്ന നാമകരൺ, രീതികാലത്തെ എങ്ങനെയാണ് വർഗീകരിച്ചിരിക്കുന്നത് എന്നും അതിൻ്റെ വ്യത്യസ്തമായ പേരുകൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഈ യൂണിറ്റിൽ പഠിക്കുന്നത്. രീതികാൽ के നാമകരൺ സംബന്ധി മത് സമജ്താ ഹെ, ഈ രീതികാലത്തിലെ വ്യത്യസ്ത തരത്തിലുള്ള പേരുകളെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുന്നു. രീതികാൽ के नामकरण से संबंधित विभिन्न समस्याओं से परिचय प्राप्त करता है. രീതികാലത്തെ പേരുകളെ സംബന്ധിച്ചുള്ള വിവിധ തരത്തിലുള്ള പ്രശ്നങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നു. കാൽ വിഭാജൻ സെ ജാൻകാരി പ്രാപ്ത് കർ സക്താ ഹെ, എങ്ങനെയൊക്കെയാണ് കാലവിഭാജനം ചെയ്തിരിക്കുന്നത് എന്ന് നമ്മൾ പഠിക്കുന്നു. രീതികാലൻ ശൃംഗാരികത की प्रवृत्तियों की जानकारी प्राप्त करता है, രീതികാലത്തിലെ ശൃംഗാര പ്രവണതയെ കുറിച്ച് നമ്മൾ പഠിക്കുന്നു. രീതികാलीन कवियों एवं उनकी प्रमुख रचनाओं की विशेषताओं से परिचय प्राप्त करता है, രീതികാലത്തിലെ പ്രധാന കവികളും അവരുടെ രചനകളും നമ്മൾ പരിചയപ്പെടുന്നു. पूर्वापेक्ष, രീതികാൽ की मुख्य प्रवृत्ति रीति निरूपण और श्रृंगारिकता है, രീതികാലത്തിലെ മുഖ്യ പ്രവൃത്തി, ആ കാലഘട്ടത്തിലെ മുഖ്യ പ്രവൃത്തി എന്ന് പറയുന്നത് രീതി നിരൂപണവും ശൃംഗാരികതയുമാണ്. ശൃംഗാരരസം തുളുമ്പുന്ന അതിമനോഹരമായ രചനകളാണ് രീതികാലത്ത് ഉണ്ടായിരുന്നത്. കൂടാതെ അവ എന്തായിരുന്നു, രീതി നിരൂപണ ഗ്രന്ഥങ്ങൾ കൂടി ആയിരുന്നു. इसलिए शुक्ल जैसे आचार्य ने इसे രീതികാൽ നാം ദിയ, അതുകൊണ്ട് തന്നെ ശുക്ല പോലെയുള്ള ആചാര്യൻ ശുക്ലിനെ പോലെയുള്ള മഹാപണ്ഡിതന്മാർ ഈ കാലഘട്ടത്തെ രീതികാലം എന്ന് വിളിച്ചു. കുച്ച് വിദ്വാൻ ശൃംഗാർക്കാർ, മറ്റു ചിലരാണെങ്കിൽ ശൃംഗാരരസത്തിന് പ്രധാനം കൊടുത്ത രചനകൾ ഉണ്ടായതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തെ ശൃംഗാർക്കാൽ എന്നും വിളിച്ചു. इसके अलावा अलंकृत काल, कलाकाल जैसे नामकरण भी देख सकते हैं. കൂടാതെ അലങ്കൃത കാൽ എന്നും കലാകാൽ എന്നും ഇതിന് ഓരോ പേരുകൾ ഉണ്ടായിരുന്നു. ഇതാരൊക്കെയാണെന്ന് പറഞ്ഞ് നമുക്ക് ഈ ലെസണിൽ പറയുന്നുണ്ട്. രീതികാൽ को രീതികാൽ നാം देने का श्रेय ആചാര്യ രാമചന്ദ്ര ശുക്ല को है, രീതികാലത്തിന് രീതികാലം എന്ന പേര് കൊടുത്തത് ആചാര്യ രാമചന്ദ്ര ശുക്ല ആണ്. अधिकांश विद्वानों इस नाम को स्वीकार किया, എല്ലാ വിദ്വാൻമാർക്കും ഈ പേര് സ്വീകാര്യമായിരുന്നു. രീതികാलीन साहित्यिक प्रवृत्तियों के आधार पर दिए गए विभिन्न नामकरण पर यहाँ हम चर्चा करेंगे. രീതികാലത്തിലെ സാഹിത്യത്തിലെ പ്രവണതകളെ ആധാരമാക്കി കൊടുത്ത ഓരോ പേരുകളെ കുറിച്ചും നമ്മളിവർ ചർച്ച ചെയ്യുന്നു. രീതികാൽ का സാഹിത്യिक സമൃദ്ധ സാഹിത്യം, രീതികാലത്തിന്റെ സാഹിത്യം എന്ന് പറയുന്നത് വളരെ സമൃദ്ധമായൊരു സാഹിത്യ കാലഘട്ടമായിരുന്നു. ആശ്രയദാതാവും की പ്രശംസ, ഈ കാലഘട്ടത്തിൽ എല്ലാ കവികളും ആശ്രയദാതാക്കൾ ആയിരുന്നു, രാജകവികൾ ആയിരുന്നു. വ്യാപക ശൃംഗാരികതയ്ക്കായിരുന്നു പ്രാധാന്യം. കം നൈതികത, ധാർമ്മികത വളരെ കമ്മിയായിരുന്നു. രീതി നിരൂപൺ की പ്രവൃത്തി, രീതി നിരൂപണ ഗ്രന്ഥങ്ങളുടെ പ്രവൃത്തിയും ഈ കാലഘട്ടത്ത് ഉണ്ടായിരുന്നു. വിശിഷ്ട പദരചന രീതി, ഇത് സംസ്കൃതത്തിലെ കാവ്യശാസ്ത്ര നിരൂപകനായ വാമനന്റെ വാക്കുകളാണ് വിശിഷ്ട പദരചന രീതി എന്നത്. രീതി ശബ്ദ കാ അർത്ഥ, രീതി എന്ന ശബ്ദത്തിന്റെ അർത്ഥം എന്താണെന്ന് നോക്കാം.
भारत में रीति संप्रदाय के स्थापक आचार्य वामन है. ഭാരതത്തിൽ രീതി സമ്പ്രദായം സ്ഥാപിച്ചത് കാവ്യശാസ്ത്ര നിരൂപക ആചാര്യനായ വാമനനാണ്. लेकिन रीति शब्द का रीति संप्रदाय से कोई संबंध नहीं है. എങ്കിൽ ആ രീതി സമ്പ്രദായവും രീതി എന്ന വേർഡിനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. आचार्य वामन ने विशिष्ट पद रचना पद्धति को रीति कहा है. ആചാര്യ വാമനൻ വിശിഷ്ട പദരചനയ്ക്കാണ് രീതി എന്ന് പറഞ്ഞത്. വിഭിന്ന ആചാര്യോനെ രീതി ശബ്ദ को विशिष्ट പദരചന ही कहा. അതുകൊണ്ട് തന്നെ വ്യത്യസ്ത ആചാര്യന്മാരെല്ലാം വിശിഷ്ട പദരചനയെ രീതി എന്ന് വിളിച്ചു. लेकिन संस्कृत की तरह हिंदी में रीति का अर्थ विशिष्ट पदरचना रही है. സംസ്കൃതത്തിലെ പോലെ ഹിന്ദിയിൽ രീതിയുടെ അർത്ഥം വിശിഷ്ട പദരചന എന്ന് പറയുന്നത് അല്ല. रीति कवि अथवा रीति ग्रंथ में प्रयुक्त रीति शब्द का अर्थ काव्यशास्त्र से समझना चाहिए. രീതി കവികൾ പറയുന്ന രീതി ഗ്രന്ഥത്തിലെ ഉപയോഗിച്ചിരിക്കുന്ന രീതി ശബ്ദത്തിന്റെ അർത്ഥം എന്ന് കാവ്യശാസ്ത്രം മനസ്സിലാക്കുക എന്നതാണ്. संक्षेप में सभी काव्य सिद्धांतों के आधार पर काव्यांगों के लक्षण सहित या उनके आधार पर लिखे गए ग्रंथों को रीति ग्रंथ कहा जाता है. ചുരുക്കി പറയുകയാണെങ്കിൽ സബി കാവ്യ സിദ്ധാന്തവും എല്ലാ കാവ്യ സിദ്ധാന്തങ്ങളെയും അടിസ്ഥാനപ്പെടുത്തി എല്ലാ കാവ്യാംഗ ലക്ഷണങ്ങളും നിറഞ്ഞ അതിനെ ആധാരമാക്കി എഴുതിയ ഗ്രന്ഥങ്ങളെയാണ് നമ്മൾ രീതി ഗ്രന്ഥങ്ങൾ, അതായത് എല്ലാ കാവ്യാംഗങ്ങളും തികഞ്ഞ നിരൂപണ ഗ്രന്ഥങ്ങളായിരിക്കണം. दूसरे शब्दों में काव्य की रीति को काव्य की आत्मा समझकर उसके अनुसार रचने वाले ഗ്രന്ഥവും को रीति ग्रंथ कहते हैं. മറ്റൊരു ശബ്ദത്തിൽ പറയുകയാണെങ്കിൽ രീതിയെ കാവ്യത്തിന്റെ ആത്മാവാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ രചിക്കപ്പെടുന്ന ഗ്രന്ഥങ്ങളെയാണ് രീതി ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത്. രീതിയാണ് ഒരു കാവ്യത്തിന്റെ ആത്മാവ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് രചനകൾ നടത്തുന്ന ഗ്രന്ഥങ്ങളെയാണ് രീതി ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത്. संबंध 1700 से संबंध 1900 तक रीति पद्धति पर विशेष जोर रहा. 1700 മുതൽ 1900 വരെയുള്ള കാലഘട്ടത്തിൽ രീതി കാലഘട്ടം എന്ന്, അതായത് നമ്മുടെ രീതികാൽക്ക ആ സമയം എന്ന് പറയുന്നു. ഇസ് കാൽ के प्रत्येक कवि ने रीति के सांझ में डलकर രചന ലിഖി. ഈ കാലഘട്ടത്തിലെ കവികൾ രീതിയെ പിന്തുടർന്നുകൊണ്ടാണ് രചനകൾ രചിച്ചിരുന്നത്. ഈ രീതികാലത്തിന്റെ വിഭിന്ന നാമകരൺ. രീതികാൽ എന്ന പേര് ആചാര്യ രാമചന്ദ്ര ശുക്ലനെ ഇസ് കാൽ കോ രീതികാൽ നാം ദിയ. ആചാര്യ രാമചന്ദ്ര ശുക്ലാണ് ഈ കാലഘട്ടത്തിന് രീതികാലം എന്ന പേര് നൽകിയത്. इस काल की प्रवृत्तियां मानव मनोविज्ञान और रीति ग्रंथों के प्रचार के कारण आचार्य शुक्ल ने यह नाम दिया. ഈ കാലഘട്ടത്തിന്റെ മുഖ്യ പ്രവണതകളായ മനുഷ്യ മനഃശാസ്ത്രവും രീതിഗ്രന്ഥങ്ങളുടെ പ്രചാരവും കണക്കിലാക്കിക്കൊണ്ടാണ് അദ്ദേഹം ഇതിന് രീതികാൽ എന്ന പേര് നൽകിയത്. इस काल को रीतिकाल कहने वाला एक और विद्वान है बाबू श्याम सुंदर दास. ഈ കാലഘട്ടത്തിന് രീതികാൽ എന്ന് വിളിച്ച മറ്റൊരു പ്രശസ്തനായ ആചാര്യനാണ് ബാബു ശ്യാം സുന്ദർ ദാസ്. बाबू श्याम सुंदर दास ने हिंदी साहित्य के उत्तर मध्यकाल नामक अपने ग्रंथ में एक व्यक्ति किया. അദ്ദേഹം തന്നെ എഴുതിയ ഹിന്ദി സാഹിത്യത്തിൽ ഉത്തരമധ്യകാൽ എന്ന ഗ്രന്ഥത്തിൽ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. बाबू श्याम सुंदर दास के अनुसार इस काल में श्रृंगार रस की प्रवृत्ति ज्यादा थी. बाबू श्याम सुंदर ദാസിന്റെ അഭിപ്രായത്തിൽ ഈ കാലഘട്ടത്തിൽ ശൃംഗാര രസത്തിന്റെ പ്രാധാന്യം വളരെ കൂടുതലായിരുന്നു. इसके अलावा उन्होंने रीति मुक्त कवियों का महत्व स्वीकार करते हुए इसका नामकरण रीतिकाल की उचित समझा. കൂടാതെ അദ്ദേഹം രീതി മുക്ത് കവികളുടെ, എന്താണ് രീതി മുക്ത്, രീതിബദ്ധ്, രീതിസിദ്ധ് എന്നൊക്കെ നമുക്ക് ഇതിന്റെ പിന്നോടിയായിട്ട് വരുന്നുണ്ട് കേട്ടോ. രീതി മുക്ത് കവികളുടെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് നോക്കുമ്പോൾ ഈ പേര് ഈ കാലഘട്ടത്തിന് തികച്ചും അനുയോജ്യമാണ് എന്നാണ് ബാബു ശ്യാം സുന്ദർ ദാസ് പറയുന്നത്. അടുത്തതാണ് രീതി കാവ്യം.
രീതി കാവ്യങ്ങളാണ്. ग्रियर्सन ने अपने इतिहास ग्रंथ मॉडर्न वर्नाकुलर लिटरेचर ऑफ हिंदुस्तान में इस काल को रीति काव्य कहा है. ग्रियर्सन അദ്ദേഹത്തിന്റെ ഗ്രന്ഥമായ ദ മോഡേൺ വെർനാക്കുലർ ലിറ്ററേച്ചർ ഓഫ് ഹിന്ദുസ്ഥാൻ എന്ന ഗ്രന്ഥത്തിൽ ഈ കാലത്തെ രീതി കാവ്യം എന്നാണ് പറയുന്നത്. അടുത്തതാണ് अलंकृत काल. अलंकृत काल എന്ന പേര് ആരാണ് കൊടുത്തത് നോക്കാം. മിശ്ര ബന്ധുവിനെ इस काल को अलंकृत काल कहा. മിശ്ര ബന്ധുക്കളാണ് ഈ കാലഘട്ടത്തിന് अलंकृत काल എന്ന് പേര് കൊടുത്തത്. ഈ മിശ്ര ബന്ധുക്കൾ ആരാണെന്ന് അറിയോ? 3 സഹോദരങ്ങൾ ചേർന്നതാണ് മിശ്ര ബന്ധുക്കൾ. അതായിരിക്കും ശ്യാം വിഹാരി, ശുഭദേവ് വിഹാരി, ഗണേഷ് വിഹാരി. ഈ 3 പേരും കൂടി ചേർന്നിട്ടാണ് രചനകൾ എഴുതിയിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവരെ മിശ്ര ബന്ധുക്കൾ എന്ന് പറയുന്നത്. അവരെഴുതിയ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഇതിഹാസ ഗ്രന്ഥമാണ് മിശ്രബന്ധു വിനോദ്. उन्होंने मिश्रबंधु विनोद में यह स्पष्ट किया. അവരെഴുതിയ മിശ്രബന്ധു വിനോദ് എന്ന ഇതിഹാസ ഗ്രന്ഥത്തിൽ ഇപ്രകാരം പറയുന്നു. രീതികാലത്തിന്റെ പേരെന്താണ്? अलंकृत काल എന്നാണെന്ന് പറയുന്നു. इस काल के अधिकांश आचार्य लोग स्वयं कविता लिखते थे और कविता करने की रीति भी सिखलाते थे. ഈ കാലഘട്ടത്തിലെ എല്ലാ കവികളും എന്ത് ചെയ്തിരുന്നു? കവിതകൾ എഴുതിയിരുന്നു. കൂടാതെ കവിത എഴുതുന്ന രീതി മറ്റുള്ളവരെ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു. लेकिन हमें ध्यान रखना चाहिए कि इस काल में सिर्फ अलंकार की प्रवृत्ति ही नहीं बल्कि काव्य में अलंकारों की प्रधानता है. ഈ കാലഘട്ടത്തിലെ രചനകളിൽ വെറും അലങ്കാരങ്ങൾ ഉണ്ട് എന്നതല്ല, ഈ കാലഘട്ടത്തിലെ രചനകളെല്ലാം അലങ്കാരങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തവയായിരുന്നു. അഥവാ अलंकरण पर आधारित अधिक बल दिया था. അലങ്കാരങ്ങൾ കൊണ്ട് അലങ്കരിക്കുന്നതിൽ ഈ കാലഘട്ടത്തെ കവികൾ പ്രാധാന്യം കൽപ്പിച്ചിരുന്നു. അടുത്തതാണ് ശൃംഗാർ കാൽ. പണ്ഡിറ്റ് വിശ്വനാഥ് പ്രസാദ് മിശ്ര ने इस काल को श्रृंगार काल नाम दिया. പണ്ഡിറ്റ് വിശ്വനാഥ് പ്രസാദ് മിശ്രാണ് ഈ കാലഘട്ടത്തിന് ശൃംഗാരകാൽ എന്ന പേര് നൽകിയത്. उनके अनुसार आलम, घनानंद, बोधा और ठाकुर जैसे कविगण श्रृंगारिया प्रेम के ഉന്മുക്ത പ്രവർത്തകർ. ഇതനുസരിച്ച് ആലമും ഘനാനന്ദും ബോധ, ടാക്കൂർ തുടങ്ങിയവരെല്ലാം എന്താണ്? ഇവരൊക്കെ രീതി മുക്ത കവികളാണ് കേട്ടോ. ഇവരൊക്കെ ശൃംഗാരരസത്തിനും പ്രേമത്തിനും പ്രാധാന്യം നൽകുന്ന കവിതകളുടെ ഉന്മുക്തരായ പ്രവർത്തകരായിരുന്നു. ഇതിലെ ഘനാനന്ദിനെ പ്രേംക പീർക്ക കവി എന്ന് പറയാം. അതായത് പ്രേമത്തിന്റെ പീഡകളെ കുറിച്ച് അത്രയും വേദന സഹജമായിരുന്നു അദ്ദേഹത്തിന്റെ രചനകൾ. വിരഹ വേദനയോ തുളുമ്പുന്ന രചനകളായിരുന്നു ഘനാനന്ദിന്റെ. ആലയും ബോധൻ ഠാക്കൂറും ഒക്കെ അങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ ഇതിൽ പ്രധാനപ്പെട്ട ആളാണ് ആര്? ഘനാനന്ദ്. इस काल की मुख्य प्रवृत्ति रस और श्रृंगार की. ഈ കാലത്തിലെ മുഖ്യ പ്രവൃത്തി പ്രവണത എന്ന് പറയുന്നത് രസവും ശൃംഗാരവുമായിരുന്നു. ഇസ്ലിയെ ഇസ് കാൽ കോ പ്രധാനപ്പെട്ട രസം എന്ന് പറയുന്നത് ശൃംഗാരമായതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തെ ശൃംഗാരകാൽ എന്ന് പറയുന്നു. അടുത്തതാണ് കലാകാൽ. ഡോക്ടർ ശ്യാം ശങ്കർ ശുക്ല ജैसे ആലോചക് ഇസ് കാൽ കോ കലാകാൽ कहते हैं. ഡോക്ടർ ശ്യാം ശങ്കർ ശുക്ല എന്ന് പറയുന്ന പ്രധാനപ്പെട്ട വിമർശകൻ ഈ കാലഘട്ടത്തെ കലാകാൽ എന്നാണ് വിളിച്ചിരുന്നത്. കലാപക്ഷി की प्रधानता और महत्व को देखकर इसको एक नाम दिया. കലയുടെ പ്രാധാന്യത്തെയും മഹത്വത്തെയും കണ്ടുകൊണ്ടാണ് അദ്ദേഹം ഈ കാലഘട്ടത്തിലെ കലകളുടെ പ്രാധാന്യവും മഹത്വവും കണ്ടുകൊണ്ടാണ് അദ്ദേഹം ഈ കാലഘട്ടത്തിന് കലാകാൽ എന്ന പേര് കൊടുത്തത്. രീതികാൽക്ക വർഗീകരണം. രീതികാലത്തെ എങ്ങനെയാണ് വർഗീകരിച്ചിരിക്കുന്നത് നോക്കാം. രീതികാൽക്ക് മുഖ്യ 3 ധാരായ. രീതികാലത്തിന് മുഖ്യമായ 3 ശാഖകൾ ഉണ്ട്. രീതി മുക്ത്, രീതി സിദ്ധ്, രീതി ഭക്ത്. रीति शास्त्रीय ढंग के अनुसार लक्षण, उदाहरण आदि से युक्त काव्य रचना को രീതിബദ്ധ കാവ്യ कहते हैं. ശാസ്ത്രീയമായ വശത്തിലൂടെ പറയുകയാണെങ്കിൽ ലക്ഷണ, ഉദാഹരണ ആദിക്ക് ശാസ്ത്രീയം ഈ ലക്ഷണങ്ങളും ഉദാഹരണങ്ങളും എല്ലാം നിറഞ്ഞ ലക്ഷണമൊത്ത ഗ്രന്ഥങ്ങൾ എഴുതുന്നവരെയാണ് നമ്മൾ രീതിബദ്ധന്മാർ എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള കാവ്യങ്ങളെ നമ്മൾ രീതിബദ്ധ കാവ്യങ്ങൾ എന്ന് പറയുന്നു. അതായത് എല്ലാ കാവ്യാംഗ നിരൂപണ
ലക്ഷണങ്ങളും ഒത്ത ഗ്രന്ഥങ്ങൾ. ഇതിൽ പ്രധാനപ്പെട്ടവരാണ് ചിന്താമണി, മതിറാമ്, കേശവദാസ്. ഇവരൊക്കെ ആരാണ്? രീതിബദ്ധ കവികളാണ്. അടുത്തതാണ് काव्य के बंधन के पूर्णतः मुक्त होकर रचना किए गए काव्य रचना को रीति मुक्त काव्य कहता है. ഈ കാവ്യരചന ഈ കാവ്യാംഗ നിരൂപണത്തിൽ നിന്നും കാവ്യരീതിയിൽ നിന്നും പൂർണ്ണമായും മുക്തരായിക്കൊണ്ട് രചന അവരതിൽ നിന്നും പിന്തുടരാതെ അവരുടെ ഇഷ്ടപ്രകാരം രചനകൾ എഴുതുന്നവരെയാണ് രീതി മുക്തന്മാർ എന്ന് പറയുന്നത്. അവരിൽ പ്രധാനപ്പെട്ടവരാണ് ഗനാനന്ദ്, ആലം, ബോധ, ഠാക്കൂർ. ഇവരൊക്കെ എന്താണ്? രീതി മുക്ത കവികളാണ്. रीति के भली भांति जानकर होकर भी रीति ग्रंथ लिखे बिना उस जानकारी का पूरा उपयोग अपने काव्य ग्रंथों के किए कवि को രീതി സിദ്ധ കവി കഥ. ഈ കാവ്യാംഗ നിരൂപണത്തെ കുറിച്ച് പൂർണ്ണമായും അവർക്ക് അറിവുണ്ട്. പക്ഷെ അവരുടെ അറിവ് മുഴുവൻ ഒരു കാവ്യാംഗ നിരൂപണ ഗ്രന്ഥം എഴുതാനല്ലാതെ അവരുടെ കഴിവ് മുഴുവൻ നല്ല നല്ല കാവ്യങ്ങൾ എഴുതുന്നതിന് വേണ്ടി, നല്ല നല്ല രചനകൾ എഴുതുന്നതിന് വേണ്ടി ഉപയോഗിച്ച കവികളാണ് ആര്? രീതി സിദ്ധ കവി. ഇതിലേറ്റവും മുഖ്യനാണ് ബിഹാരി. ആചാര്യ ബിഹാര്യൻ ഏറ്റവും പ്രശസ്തനായ രീതി സിദ്ധ കവിയാണ്. കൂടാതെ സേനാപതി, രസ്നിധി ഇവരൊക്കെ രീതി സിദ്ധ കവികൾ ആണ്. ഇനി അവലോകൻ. इन सभी नामकरणों की विवेचना के पश्चात यही कहा जा सकता है कि रीतिकालीन सभी कवियों ने रीति परंपरा का पूर्ण निर्वाह किया है. ഈ നാമകരണത്തിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് എന്താണെന്ന് വെച്ചാൽ രീതികാലത്തിലെ എല്ലാ കവികളും രീതി പരമ്പരയ്ക്കനുസരിച്ച് പൂർണ്ണമായും നല്ല നല്ല രചനകൾ എഴുതിയിരുന്നു. अतः श्रृंगारस की प्रधानता होने पर भी इसे श्रृंगार काल नहीं कहा जा सकता है. ശൃംഗാരരസത്തിന് പ്രാധാന്യം ഉണ്ടെങ്കിൽ പോലും ഈ കാലഘട്ടത്തിന് ശൃംഗാർ കാൽ എന്ന് പറയുന്നത് അനുയോജ്യമല്ല. കൂടാതെ അവർ ഉസി പ്രകാർ അതുപോലെ തന്നെയാണ് അലങ്കൃതക്കാൽ. അലങ്കാരങ്ങൾ ഉപയോഗിച്ച് അലങ്കരിച്ചിട്ടുണ്ട് എങ്കിലും അലങ്കൃതക്കാൽ എന്ന് മാത്രം പറയുന്നതും ശരിയല്ല. കലാകാൽ കഹിനാത്തോ ബിൽക്കുൽ അനുചിത് ഹോഗ. കലാകാൽ എന്ന് പറയുന്നതും തീർച്ചയായും ഒരു അനുചിതമാണ്. ക്യോങ്കി സാഹിത്യമേ ഭാവപക്ഷിക്ക് ബിനാ കലാ കാ കോയി മഹത്വ നഹീ. എന്തുകൊണ്ടെന്ന സാഹിത്യത്തിൽ ഭാവപക്ഷമില്ലാതെ വെറും കല എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അഥവാ രീതിക്കാൽ കഹിനാഹി തർക്കസംഗത പ്രതീതോതായ. അതുകൊണ്ട് തന്നെ രീതിക്കാൽ എന്ന് പറയുന്നത് എന്നതാണ് എല്ലാവർക്കും, ഏതൊരു ആചാര്യന്മാർക്കും യാതൊരു തർക്കവുമില്ലാതെ ഈ കാലഘട്ടത്തെ എന്ത് പറയാം? രീതിക്കാൽ എന്ന് പറയാം. ക്യോങ്കി രസ് അലങ്കാർ ആദി രീതി പർ ആശ്രിത ഹോക്കർ ആയേ ഹെ. എന്തുകൊണ്ടെന്നാൽ രസവും അലങ്കാരവും എല്ലാം രീതിയെ ആശ്രയിച്ചു വന്ന രീതിയിലുള്ളതാണ് ഇവരൊക്കെ. विषय वस्तु की दृष्टि से देखा तो इस काल को रीति काल नाम ही अधिक സരാഹ്നീഹ്. വിഷയത്തിന്റെ ദൃഷ്ടിയിൽ നോക്കുകയാണെങ്കിലും ഈ കാലഘട്ടത്തിന് രീതിക്കാൽ എന്ന് കൊടുക്കുന്നതാണ് കൂടുതൽ അനുയോജ്യം. क्योंकि इस काल में रीति निरूपण और श्रृंगारिकता की प्रवृत्ति अधिक देख सकते. എന്തുകൊണ്ടെന്നാൽ ഈ കാലഘട്ടത്തിൽ രീതി നിരൂപണവും ശൃംഗാരികതയുടെ പ്രവൃത്തിയും അധികമായി നമുക്ക് കാണുന്നു. फिर भी रीति की प्रवृत्ति अधिकांश रूप में देख सकते हैं. എങ്കിലും രീതിയുടെ പ്രവൃത്തി തന്നെയാണ് ഈ കാലഘട്ടത്തിൽ കൂടുതലായി കണ്ടുവന്നിരുന്നത്. ഈ സമയത്ത് അധികാംശ കവികൾ കാവ്യാംഗ നിരൂപൺ പർ ബൽ ദിയാ ഹെ. അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിൽ അധികം കവികളും കാവ്യാംഗ നിരൂപണത്തിലാണ് പ്രാധാന്യം കൊടുത്തിരുന്നത്. ഇത്രയുമാണ് ഈ പാഠത്തിൽ പറയുന്നത്. അതിൻ്റെ റീക്യാപ്പ് നോക്കാം. രീതി ശബ്ദ കാ മതലബ് വിശിഷ്ട പദരചന വാമന്റെ വാക്കുകളാണ്. രീതികാലീൻ കവികൾ മുഖ്യതः तीन श्रेणी है: रीतिबद्ध, रीति सिद्ध, रीति मुक्त. रीतिकाल को रीतिकाल नाम आचार्य रामचंद्र शुक्ल ने दिया. श्याम शंकर शुक्ल ने कलाकाल नाम दिया. मिश्र बंधु ने अलंकृत काल दिया. आचार्य विश्वनाथ प्रसाद मिश्र ने इस काल को श्रृंगार काल नाम देकर इस काल को संपादित किया. ഇത്രയാണ് ഈ പാഠത്തിൽ പറയുന്നത്. ഈ പാഠത്തിൽ മെയിനായിട്ടും രീതികാലത്തിന്റെ വിവിധ പേരുകളും ഏതൊക്കെ മഹാന്മാരാണ് ആ പേരുകൾ നൽകിയതെന്നും രീതികാലത്തെ എത്രയായി വർഗീകരിച്ചിട്ടുണ്ട് എന്നുമാണ് പ്രധാനമായിട്ടും ഈ പാഠത്തിൽ പഠിക്കേണ്ടത്. ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്താൽ മതി. ക്ലാസ് കേട്ട് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ രീതികാലത്തെക്കുറിച്ച് എന്ത് ചോദിച്ചാലും വളരെ വ്യക്തമായിട്ട് നമുക്ക് എഴുതാം.
അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക, നല്ല മാർക്ക് സ്കോർ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.